കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഉപരിവിദ്യാഭ്യാസം വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് പെന്തക്കോസ്താ ദിവസത്തിന് മുമ്പ് ദൈവവേദനേ നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ ഉപ്പിനെക്കുറിച്ചാണ് കണ്ടതല്ലേ. ഉപ്പ് ഒരു മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക രുചിയും എൻഹാൻസ്മെൻ്റ് അല്ലേ. എൻഹാൻസ്മെൻറ്റ് ദ ബിഹേവിയർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ചൈതന്യത്തിൽ ജീവിതത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ ജീവിതത്തെ പുതിയ ചൈതന്യത്തിലേക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന. അപ്പം നമ്മൾ പെന്തക്കോസ്താ തിരുനാളിലേക്ക് പോകുമ്പോൾ ഈ പുതിയ ചൈതന്യത്തെക്കുറിച്ച് എസെക്കിയേൽ 11:19 നോക്കാം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. എൻഹാൻസ്മെൻറ്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ആണ്. അവർക്ക് ഞാൻ പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടിയാണത്. അവരെന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. ഇതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറും. പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു ഡേ ടു ഡേ പ്രോസസ്സാണിത്. അനുദിന ജീവിതത്തിൽ ഇതിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ബിഹേവിയർ എൻഹാൻസ് ചെയ്യണം. നമ്മൾ രാവിലെയൊക്കെ ഇരുന്ന് ഞങ്ങൾക്കൊക്കെ സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല, അതൊക്കെ ലോകം ഉറക്കക്കാരല്ലേ. ഞാൻ 4 മണിക്ക് എഴുന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് 1.5 മണിക്കൂർ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥിക്കണമല്ല, നമ്മളൊന്ന് ധ്യാനിക്കണം നല്ലതാണ്. എന്ത് ധ്യാനിക്കണതാ? അതായത് കർത്താവിൽ നമ്മൾ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കണം. കർത്താവിൻ്റെ കൽപ്പന നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ? കർത്താവിനൊരു ഭയങ്കര നിർബന്ധമാണ് നിലനിൽപ്പിനെക്കുറിച്ച് എപ്പോഴും കർത്താവ് ഇങ്ങനെ ഭയങ്കര ആശങ്കപ്പെടുന്ന പോലെ തോന്നുന്നു.
നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇനി എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും, അങ്ങനെയുണ്ട്. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ കർത്താവിനോട് സ്വാതന്ത്ര്യം കാണിച്ച് ഇഷ്ടമുള്ള ചോദിക്കാനാണ് പറയണത്. അതിൻ്റെ ഉള്ളിൽ ഈശോ ഉദ്ദേശിക്കുന്ന സംഭവമേ, കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഇപ്പോൾ ഈശോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ അവിടെ മകന് ജോലി കിട്ടി കഴിയുമ്പോൾ അവർ കട്ടയും പടവും മടക്കും. അപ്പോൾ ഈശോയ്ക്ക് എന്നെ സങ്കടമാണെന്നറിയാമോ എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ നിങ്ങളെ കൃപാസനത്തിൽ ജീവിതകാലം മുഴുവൻ കെട്ടിയിടാൻ വേണ്ടിയാണെന്ന്. അതില്ല, നിങ്ങൾ കൃപാസനത്തിൽ വരിക ആലപ്പുറത്തിനെ വരണമെന്ന് നിർബന്ധം ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി ജീവിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ വലിയൊരു ആത്മീയ പദ്ധതി ഇന്ന് വരെ സഭയിലില്ല. കാര്യം ബൈബിൾ മൊത്തം ഉടമ്പടി പുസ്തകം എന്നല്ലേ ബൈബിളിനെ വിളിക്കണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബിഹേവിയർ ചേഞ്ച്. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മളിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മളിൽ പെരുമാറ്റത്തിൻ്റെ അകത്ത് ഗുണനിലവാരമായ ഒരു മാറ്റം ഉണ്ടാകണം. ശരിയൊക്കെ പറയുവേ, എനിക്ക് പണ്ട് ഈ ധർമ്മക്കാരെ കാണുമ്പോൾ അറപ്പായിരുന്നു. ഞാനിങ്ങനെ ആൾക്കാരുടെ ഉടുപ്പൊന്നും എടുക്കത്തില്ല. ഇപ്പം ചില കുട്ടികളാകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുനാളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും, വേറെ ആരും മുട്ടത്തില്ല. അവരിങ്ങനെ മാറ്റി തള്ളി മാറ്റിയിട്ട് അവർ മാറി നിന്നിട്ട് നടുക്ക് സ്ഥലം ഇടിയിക്കും. ചില അമ്മമാർ മക്കളോട് പറയും, നിങ്ങൾ മറ്റു പിള്ളേരുടെ ഒന്നും പോകരുത്, അവർ ചീത്തയാണ്, അവർ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളർത്തും. അതുപോലെ തന്നെ ആയിരിക്കും അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഈ രാജ്യം വിട്ടു പോകുന്ന ആൾക്കാരില്ലേ, അതിനകത്തൊരു 2% നാട്ടുകാരുമായിട്ട് പണ്ടേ ബന്ധമില്ല അവർക്ക്. കാര്യം എന്ന് വെച്ചാൽ അവരെ വളർത്തിയിരിക്കുന്ന രീതി ബ്രോട്ടപ്പ് അങ്ങനെയാണ്. മറ്റുള്ളവർ അഴുക്കാണ്, കൊള്ളാത്തവരാണ്, സംസാരിക്കാൻ കൊള്ളാത്തവരാണ്, അവിടെ ചീത്ത സ്വഭാവക്കാരാണ്. ഇവരുടെ പ്രിജുഡ്യൂസുകൾ, മുൻവിധികൾ കുട്ടികളെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ അന്തർമുഖരാകും മറ്റുള്ളവരോട് മുമ്പിൽ. അതിങ്ങനെ വളർന്നു കഴിഞ്ഞാലും ആ ഒരു മാനസിക രോഗം നമുക്കുണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കാർ നിങ്ങളെ മിണ്ടിലെ കുഴപ്പമില്ല, ചില ആൾക്കാരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് ഒരിക്കലും. ഉടമ്പടിയിൽ ചില ആൾക്കാർ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കൊള്ളത്തില്ല, അവരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, അവർ മോശമാണ് ആൾക്കാരെന്ന് കുഞ്ഞുനാളിലെ മുതൽ പറപ്പിച്ച കാരണം ഇവർക്കൊരു പത്രം വരെ കൊടുക്കാൻ പാടാണ്. അവരെ സഹായിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവരെ പുറകിൽ നിന്ന് അവരെ പിടിച്ച് വലിക്കും. ആരെയാണ്? ഈ ചത്തുപോയ അമ്മയുടെ ആത്മാവാണ് പിടിച്ചു വലിക്കണത്. കാര്യം അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, മറ്റുള്ളവർ കൊള്ളത്തില്ല എന്ന്, അയൽവാസി കൊള്ളത്തില്ല, തെക്കോട്ട്. ഇപ്പോൾ ചില മരുമക്കളെ കെട്ടി വീട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ട് മരുമക്കളോട് ഭയങ്കര വഴക്കുണ്ടാകണം? എന്തുകൊണ്ടാണ്? ഈ നടന്ന് എല്ലാവരെയും വെറുപ്പിച്ച് കാണും. അവർക്കങ്ങനെ വെറുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു ഇടവക വികാരിയായിട്ട് ചെല്ലുമ്പോൾ കുറേ അണ്ണന്മാരിങ്ങനെ 2 ദിവസം നമ്മുടെ മേട കയറി ഇറങ്ങും. എന്താ പറഞ്ഞത്? അച്ഛാ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കാവേ, അച്ഛൻ എന്തുകൊണ്ട് ഞങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല തകപ്പെട്ട മനുഷ്യരാണല്ലോ എന്ന്. പിന്നെ ചില ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ, അബദ്ധത്തിന് വേണ്ടി ഒരു കാര്യമില്ല.
എന്നിട്ട് ഇവർക്ക് വെറുപ്പുള്ളവരുടെയൊക്കെ നമ്മളോടിങ്ങനെ പറഞ്ഞു തരും. നിർഭാഗ്യവശാൽ ചില അച്ഛന്മാരെങ്കിലും ഇവന്മാരുടെ മധുരക്കെണിയിൽ വീണു പോകും. ഇതൊരു ഹണി ട്രാപ്പാണേ. അച്ഛന്മാർ സ്ഥലന്മാർ ചെല്ലുമ്പോൾ ആദ്യത്തെ ഈ ഹണി ട്രാപ്പുകാർ ആദ്യത്തെ 5 ദിവസങ്ങളിൽ ഇവർ വന്നുകൊണ്ടിരിക്കും. കാര്യത്തിൽ ഇവർ കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ടതും ഇവർ പുറന്തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി ഇവരൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് കെട്ടിച്ചെല്ലുന്ന മരുമക്കൊക്കെ ഉണ്ടാകണത്. അമ്മ പറയും അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവൾ കൊള്ളത്തില്ല, അവൾ അഴുക്കാണ്, അവൾ വേറെ ഇടത്തിൻ്റെ കൂടെ ജീവിക്കണത്. ആരും അറിഞ്ഞ് കാണത്തില്ലേ. പക്ഷേ ചില മരുമക്കൾ സ്മാർട്ടാണ്. അവർ പറയും അത് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറാമായിരിക്കും, എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല, മനുഷ്യരോട് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആൾക്കാരെ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു തങ്കപ്പെട്ട മനുഷ്യരാണെന്ന്. മനുഷ്യൻ ബേസിക്കായിട്ട് നല്ല ആൾക്കാരാണേ. നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും അവരൊക്കെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് ടൈറ്റായി വെച്ചാൽ കിഡ്നിയുടെ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇത്തിരി ടൈറ്റായി. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഡിസിപ്ലിൻ എടുക്കുന്നത്. പണ്ട് ഞാൻ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ആൾക്കാർ നിന്ന് കാണുമായിരുന്നു. അതിൻ്റെ ഒരു കൃപയാണ് എനിക്കിപ്പോഴും കർത്താവ് തന്നിരിക്കണത്. ഇപ്പം നമുക്ക് സെലക്റ്റീവ് ആയിപ്പോയില്ലേ. സെലക്റ്റീവ് എന്നല്ല, ഇപ്പം എന്താ നമ്മൾ ചെയ്യണത്, ഏറ്റവും ഇന്നാണ് ഉടമ്പെടുക്കണമെങ്കിൽ ഇന്നച്ഛൻ കാണും ആൾക്കാരെ. പക്ഷേ മോസ്റ്റ് സീരിയസ് വിഷയമായിരിക്കണം, രേഖ ഉണ്ടായിരിക്കണം. അത് ന്യായമായ ഒരു കാര്യമാണ്. അപ്പം ആരും കാണാതിരിക്കത്തില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആരെക്കൊണ്ടും മുൻവിധി എടുത്ത് റിസർവ്ഡ് ആകരുത്. മുൻവിധിയോടുകൂടി ജനമെല്ലാം ബേസിക്കായിട്ട് നല്ലവരാണ്. എല്ലാവരും നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞില്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻഹാൻസ്മെൻറ്റ് ബിഹേവിയറാണ്. എല്ലാവരുമായിട്ട് പുതിയ റിലേഷൻസ് ഉണ്ടാകുക, പുതിയ ആൾക്കാരുമായിട്ട് നന്മ തിന്മ വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അറിയാൻ മതിയല്ലോ അല്ലേ. ഒരു ഓലമടൽ മുകളിൽ നിന്ന് വരണ മുമ്പ് ഒരു സ്വരം കേൾക്കുമല്ല, അപ്പോൾ നമ്മൾ മാറും, അത്രയേ ഉള്ളൂ. അതുപോലെ തിന്മ ആരെങ്കിലും വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അല്ലാതെ തോലമടൽ വരണേന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും തലയിൽ ഇങ്ങനെ കൈയും പൊത്തി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആവശ്യമില്ലാതെ പേടിക്കാതിരിക്കുക. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്.